ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ ശ്രോതാക്കളെ, തൃത്വനാമത്തിൽ സ്നേഹവന്ദനം. പരിശുദ്ധ നോമ്പിൻ്റെ 3-ാം ഞായറാഴ്ചയിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത്. ഒരു പക്ഷവാത രോഗിയെ സൗഖ്യമാക്കുന്ന ഞായർ. വിശുദ്ധ മർക്കോസ് എവൻഗേലിസ്റ്റ് സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. ദ ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിന്റ് മാർക്ക് ചാപ്റ്റർ 2 വേഴ്സസ് 1 to 12. നമുക്കറിയാവുന്നതുപോലെ തന്നെ യേശു ക്രിസ്തു ഒരു പക്ഷവാത രോഗിയെ സൗഖ്യമാക്കുന്നതാണ്. തൻ്റെ 4 സുഹൃത്തുക്കൾ ചേർന്നുകൊണ്ട് പുരയുടെ മേൽക്കൂരയിൽ കയറി പക്ഷവാത രോഗിയായ തൻ്റെ സുഹൃത്തിനെ കിടക്കയോടെ കർത്താവിൻ്റെ മുമ്പിലേക്ക് ഇറക്കി വെച്ചുകൊണ്ട് സൗഖ്യത്തിനായി കാംക്ഷിക്കുന്നതായ ഞായറാഴ്ച. അപ്രകാരമാണ് യേശു ക്രിസ്തു ഉടനെ പറയുന്നത്, ഒരു അപേക്ഷ പോലും ഇല്ലാതെ മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. അവിടെയാണ് പ്രിയമുള്ളവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഹൃദയത്തിൽ ദുഷ്ടത ചിന്തിച്ചതായ ശാസ്ത്രിമാരെ തിരിച്ചറിയുന്നതായ യേശു ക്രിസ്തു. അവിടെ ശാസ്ത്രിമാർ ചിന്തിച്ചത് ഇപ്രകാരമാണ്: ഇവൻ ആരാകുന്നു പാപം മോചിക്കുവാൻ വേണ്ടി എന്നുള്ളത്. യെസ്, see here the 3 signs of divinity that are depicted here. 1, he knows the secret of all hearts. 2, he forgives sin, a power of which belongs to God alone. And 3, he heals by the power of his word. നമ്മൾ ഏവരും ജാഗരൂകരായി നിൽക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഹൃദയത്തെ മനസ്സിലാക്കുന്നതായ ദൈവം നമുക്ക് ഉണ്ട് എന്നുള്ളത്. കാരണം ശാസ്ത്രിമാർ ഇങ്ങനെ ദൈവദൂഷണം പറയുന്നത് എന്ത് എന്ന് ചിന്തിച്ചപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ മറുപടിയായും ഇങ്ങനെ തന്നെയായിരുന്നു: നിങ്ങൾ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ത് എന്നുള്ളത്. ശാസ്ത്രിമാരുടെ നിയമം അനുസരിച്ച് അവർ വിചാരിക്കുന്നതും അവർ വിശ്വസിക്കുന്നതുമായ കാര്യങ്ങളെല്ലാം ദൈവത്തിന് മാത്രമേ പാപം മോചിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നാൽ അവർ മനസ്സിലാക്കാതെ പോകുന്നതായ ദൈവപുത്രനാണ് ഇവിടെ പാപമോചനം നൽകുന്നത് എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നില്ല. പ്രിയമുള്ളവരെ, ഹൃദയത്തിൽ ചിന്തിക്കുന്നതായ നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും ദൈവത്തിന് മനസ്സിലാക്കുവാനായി സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവായിട്ടാണ് കാണുന്നത്. ദ വൺ ഹൂ ഈസ് ഏബിൾ ടു നോ ദ സീക്രട്ട് ഓഫ് ഓൾ ഓഫ് യുവർ ഹാർട്ട്സ്. നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 4 സുഹൃത്തുക്കൾ ചേർന്നുകൊണ്ടാണ് ആ പക്ഷവാത രോഗിയെ മേൽക്കൂരയിൽ താഴോട്ട് യേശു ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് എത്തിക്കുന്നത്. അവരുടെ വിശ്വാസം എന്നുള്ളത് ഒരു നല്ല സുഹൃത്തിൻ്റെ വിശ്വാസമാണ്. അപ്രകാരം യേശു ക്രിസ്തുവിനെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിലേക്ക് മുൻപോട്ട് പോകുവാനും മറ്റുള്ളവരെ യേശു ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുവാനും നമ്മുടെ ഹൃദയങ്ങളും നമ്മുടെ മനസ്സുകളും സ്നേഹവും നൽകുവാനായിട്ട് നമുക്ക് സാധിക്കണം. അത്തരത്തിൽ നമ്മൾ ഒരിക്കലും ഒരു കുറവുകളുള്ള മനുഷ്യരായി മാറരുത്. നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുൻപോട്ട് വിശ്വാസത്തിൽ ആഞ്ഞുകൊണ്ട് ജീവിക്കുവാനാണ് ഈ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത്. നല്ല സുഹൃത്തുക്കളായി മറ്റുള്ളവർക്ക് നല്ല